കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ജീവിച്ചു വന്ന എന്റെ വീടാണ് ഇപ്പൊ ഈ കാണുന്നത്. ഈ അവസ്ഥയിലാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 തൊട്ടിട്ട് എന്റെ ഈ പുരയിടത്തിലേക്ക് എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ ആന കയറാനായിട്ട് തുടങ്ങി. അപ്പൊ ആ സമയത്താണ് എന്റെ അമ്മ മോളിയമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. ആംബുലൻസിനെ വിളിച്ചാൽ പോലും ആംബുലൻസ് വരില്ല, ആനശല്യമായതുകൊണ്ട് ആ സമയത്ത് വനം വകുപ്പ് മുന്നോട്ടേക്ക് വെച്ചൊരു പ്രൊജക്ട് ആണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്. ഈ പ്രൊജക്ടിലേക്ക് ഭൂമി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത്. 2023 ഒക്ടോബർ 22-നാണ് ഞാൻ എന്റെ അപേക്ഷ ഇവിടെ തൊട്ടടുത്തുള്ള മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപേക്ഷ കൊടുത്തതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞു, 1 വർഷം ആകാറായി, എന്നിട്ടും ഇത് പരിഗണിക്കുന്നില്ല. പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് എന്റെ അപേക്ഷ തഴഞ്ഞു വെച്ചു. ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ ഫീസ് നമ്മളെ കൊണ്ട് താങ്ങില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ലീഗൽ സർവീസ് സൊസൈറ്റിയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു അവസ്ഥയാണ്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ അവരെന്നെ കളിയാക്കി. തനിക്ക് ഇത്രയും ഞങ്ങളോട് പറഞ്ഞ് വാക്ചാതുര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് തന്നെ കേസ് തന്നെ വാദിച്ചുകൂടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് സ്വയമേ കേസ് വാദിച്ചുകൂടാന്ന് വിചാരിച്ചു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്സിന്റെ LLB പഠിക്കാനുള്ള സിലബസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുകയും അത് ഫുള്ള് പഠിക്കുകയും ചെയ്തിട്ടാണ് എങ്ങനെയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോടതിയിൽ പെരുമാറേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. ജഡ്ജ് എന്റെ വാദം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, മെയ്മോളൊന്ന് തിരിഞ്ഞു നോക്കൂ, താൻ കണ്ടോ തന്റെ ചുറ്റുമിരിക്കുന്ന ഇത്രയും അഡ്വക്കേറ്റ്സ് പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളി ആർഗ്യൂ ചെയ്യില്ല. തനിക്ക് യു ഹാവ് എ ക്ലാരിറ്റി ഓഫ് പ്രസന്റേഷൻ, തനിക്ക് പ്രസന്റ് ചെയ്യാനൊരു കഴിവുണ്ട്, എന്തുകൊണ്ട് തനിക്കൊരു LLB എടുത്തുകൂടാ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ കേസ് വാദിക്കാൻ കയറുന്നതിന് തൊട്ട് മുന്നെയാണ് എന്റെ എതിർകക്ഷി വക്കീൽ എന്നോട് പറയുന്നത്, താൻ നോക്കിക്കോ, തന്റെ കേസ് ഞാൻ ഇപ്പൊ തള്ളി കാണിച്ചു തരാം, താൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നത്, താൻ ഇങ്ങനെ കോടതി കയറി ഇറങ്ങുള്ളൂ എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് ഞാൻ ആ കേസ് വാദിച്ചെടുക്കുന്നത്. എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും വനം വകുപ്പ് മുൻകൂട്ടി കോടതിയുടെ രജിസ്ട്രിയിൽ കെട്ടിവെക്കണം. അത് കെട്ടിവെച്ച് പരാതിക്കാരിയായ മെയ്മോളിനെ കുടുംബത്തെയും അറിയിക്കണം, രേഖാമൂലം അറിയിക്കണം. അറിയിച്ച് അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മെയ്മോള് ഭൂമി വനംവകുപ്പിലേക്ക് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 18 ജൂലൈ 2025 ചീഫ് ജസ്റ്റിസിന്റെ 2-അംഗ ബെഞ്ച് എനിക്ക് വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. എന്റെ സ്വന്തം അമ്മ, എന്റെ സ്വന്തം സഹോദരൻ, എന്റെ നാട്ടുകാര്, ബന്ധുക്കള്, എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു മെയ്മോൾ ഒരിക്കലും ഈ കേസ് ജയിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞ് കൈയൊഴിഞ്ഞ് കളിയാക്കി അപമാനിച്ചു വിട്ടെടുത്തുന്നാണ് ഞാൻ ഈ 1.5 വർഷം കൊണ്ട് എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തോക്കില്ല എന്ന് ഉറപ്പിച്ച് നേടിയെടുത്ത വിധിയാണിത്. എനിക്ക് എത്ര പ്രയാസം വന്നാലും കേരള ഹൈക്കോടതിയിൽ ഞാൻ എന്റെ പ്രശ്നങ്ങള് ശക്തവും വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഉറക്കെ പറഞ്ഞിരിക്കും.